ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും സുപ്രഭാതം, സുദിനം, പ്രണാമം. ഹരിനാമ കീർത്തനം ഇപ്പോൾ 61-ാമത്തെ ശ്ലോകത്തിലേക്ക് കടന്നിരിക്കുന്നു. ശ്ലോകം നോക്കാം. സത്യം വദാമി മമ ഭൃത്യാദിവർഗമിതുമർത്ഥം കളത്ര ഗൃഹപുത്രാദിജാലമതും ഒക്കെ ത്വദർപ്പണമതാക്കിയിട്ടു ഞാനുമിത തൃക്കാൽക്കൾ വീണു ഹരി നാരായണായ നമ. വരികളിൽ നോക്കാം. സത്യം വദാമി, ഞാൻ സത്യം പറയുന്നു. മമ ഭൃത്യാദിവർഗമിതും, എൻ്റെ ഭൃത്യർ തുടങ്ങിയവരെയും, അർത്ഥം കളത്ര ഗൃഹപുത്രാദിജാലമതും, ധനം, ഭാര്യ, വീട്, പുത്രർ തുടങ്ങിയവരെയും പൂർണ്ണമായി ത്വദർപ്പണമാക്കിയിട്ട് അവിടത്തേക്ക് അർപ്പിച്ചിട്ട് ഞാനും ഇതാ തൃക്കാൽക്കൽ വീണു, ഞാനിതാ തൃപ്പാദങ്ങളിൽ ശരണാർത്ഥിയായി പതിക്കുന്നു. ഹരിനാരായണായ നമ. ഹരിനാരായണനായി നമസ്കാരം. അല്ലയോ നാരായണ, ഞാൻ സത്യമായി പറയുന്നു, എൻ്റെ ഭർത്തൃ, ധനം, ഭാര്യ, ഗൃഹം, പുത്രർ തുടങ്ങിയവരെയും എന്നെ ബന്ധിക്കുന്ന എല്ലാറ്റിനെയും അവിടുത്തെ തൃപ്പാദങ്ങളിൽ അർപ്പണമാക്കിയിട്ട് ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നു. ഹരേ നാരായണ, ഇന്ദിരൂടിക്ക് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തുടങ്ങുകയാണ് എഴുത്തച്ഛൻ. സമ്പൂർണ്ണ ശരണാഗതിയാണ് ഈ പദ്യത്തിന് വിഷയം. പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ചും ബ്രഹ്മസത്തയെക്കുറിച്ചും ജീവാത്മാവിനും പരമാത്മാവിനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ജ്ഞാനവൈരാഗ്യാദികളെക്കുറിച്ചും യോഗചര്യകളെക്കുറിച്ചും ധർമ്മനീതികളെക്കുറിച്ചും എത്രയോ സിദ്ധാന്തങ്ങളുണ്ട്, ഇനിയും ഉണ്ടാവുകയും ചെയ്യും. അതെല്ലാം സത്യത്തിൻ്റെ നേർക്ക് നയിക്കുന്ന പാതകളുമാണ്. സുഹൃതികളായ ചിലർ ആ വഴികൾ കൂടെ പരപ്രദ പ്രാപ്തി നേടുന്നുണ്ട്. ഏവർക്കും സ്വീകരിക്കാവുന്നതും സുഗമവുമായ മാർഗമാണ് ആചാര്യൻ നിർദ്ദേശിക്കുന്ന ശരണാഗതി. എല്ലാം ത്യജിച്ച് സംസാര ബന്ധങ്ങളിൽ നിന്ന് ഓടിപ്പോകലല്ല ശരണാഗതി. മനുഷ്യനെ സംസാരവുമായി ബന്ധിക്കുന്ന പാശങ്ങൾ പലതാണ്. ധനം, ഭാര്യ, ഗൃഹം, പുത്രർ, ബന്ധുക്കൾ എന്നിങ്ങനെ. ഇതെല്ലാം ഉണ്ടായിക്കൊള്ളട്ടെ, മനുഷ്യനായി ജന്മം തന്ന ഭഗവാൻ ചില കർത്തവ്യങ്ങളും തന്നിട്ടുണ്ട് നമുക്ക്. അവ നിറവേറ്റുന്നതിന് ഭഗവാനോടുള്ള കടപ്പാട് തന്നെയാണ്. എല്ലാ കർമ്മങ്ങളും ഈശ്വരനിൽ അർപ്പിക്കുക, എല്ലാ ബന്ധങ്ങളും ഈശ്വരനിൽ സമർപ്പിക്കുക. അതായത് എന്ത് പ്രവർത്തികൾ ചെയ്യുമ്പോഴും നമ്മൾ ഈശ്വരാർപ്പണമായി ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഭഗവാൻ നമ്മളോട് പറയുന്നില്ല. ഭഗവാൻ തന്നെയാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചതും ഈ കർമ്മങ്ങളിൽ ബന്ധസ്ഥനാക്കി ഇട്ടിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ കൂടി വേണം ചരിക്കാൻ എന്ന് പറയുന്ന ഭഗവാൻ. അതായത് സർവം ഈശ്വരാർപ്പണമായി ചെയ്യുക എന്നത്. കർമ്മങ്ങളെല്ലാം എപ്പോഴും ചെയ്കിലും മത്പരായണൻ മത്പ്രസാദത്തിനാൽ നേടും അവ്യയം നിത്യമാം പദം. മനസ്സാൽ കർമ്മമൊക്കെയും എങ്കലർപ്പിച്ചു മത്പരൻ ബുദ്ധിയോഗം പൂണ്ടു നിത്യം മന്മനസ്സായിരിക്ക നീ. ഗീതയിലെ വരികളാണത്. ഞാനാണ് കർത്താവ് എന്ന ബോധം ഉപേക്ഷിച്ച് ചെയ്യുന്ന കർമ്മം ശ്രേഷ്ഠമാണ്. എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ഭഗവത് പാദങ്ങളെ ശരണം പ്രാപിക്കുന്നവന് ഭീതിയില്ല, ദുരിതങ്ങൾ അവനെ സ്പർശിക്കുകയുമില്ല. അവൻ്റെ ക്ഷേമം ഭഗവാൻ ചുമതലയായി തീരുന്നു. ഭഗവാന്റെ കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ, കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണെ നിത്യം സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവു തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ. ഇത് ലക്ഷ്മണോപദേശത്തിലെ വരികളാണ്. പൂർണ്ണമായി ശരണാഗതി നേടാൻ എനിക്ക് കഴിവ് തരണമേ നാരായണ. അങ്ങേക്കായി നമസ്കാരം എന്ന് പറയുന്നതിലൂടെ എഴുത്തച്ഛൻ. നമ്മൾക്കും പ്രാർത്ഥിക്കാം. ഈ
മോഹം അല്ലെങ്കിൽ മായയിൽപ്പെട്ട് ഈ ഭൂമിയിലേക്ക് അയച്ച ഭഗവാൻ തന്നെ നമ്മളുടെ അടുത്ത് പറയുന്നുണ്ട്, കർമ്മങ്ങൾ തന്നെയാണ് വലുത്. കർമ്മം ഞാൻ തന്നെ തന്നത് തന്നെയാണ്. ആ കർമ്മത്തിൽ കൂടി തന്നെ വേണം നിങ്ങൾ ചരിക്കാൻ. എങ്കിലും അതെല്ലാം എന്നിലേക്ക് അർപ്പണമാക്കി ചെയ്യുക എന്നാണ് ഭഗവാൻ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ. അങ്ങനെ നമുക്ക് നാരായണനായി ഈ വരികൾ ഇവിടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ. സത്യം വദാമി മമ ഭൃത്യാദിവർഗമിതു അർത്ഥം കളത്ര ഗൃഹപുത്രാദിജാലമതും ഒക്കെ ത്വദർപ്പണമതാക്കിയിട്ടു ഞാനുമിത തൃക്കാൽക്കൽ വീണു ഹരി നാരായണായ നമഃ. ഹരി ഓം.